പ്രയോഗവൽക്കരിച്ചിട്ടുണ്ട്. ഇവർ അവഗണിക്കപ്പെടേണ്ടവരല്ല, മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, മറിച്ച് ചേർത്തു നിർത്തണം. അവരിൽ ബഹുമുഖ കഴിവുകളുണ്ട്. അവർ ഡിഫറന്റ്ലി ഏബിൾഡ് ആണ്. ഒരുപക്ഷെ നിങ്ങളെയൊക്കെ നേരത്തെ വിളിച്ചിരുന്നത് വൈകല്യമുള്ളവർ എന്നാണ്. നിങ്ങളെ ഒരുപക്ഷെ അഭിസംബോധന ചെയ്തിരുന്നത് ഡിസേബിൾഡ് പേഴ്സൺ എന്നായിരുന്നു. പക്ഷേ പുതിയ കാലത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയാണ് ഡിഫറന്റ്ലി ഏബിൾഡ് എന്ന ഭിന്നശേഷി എന്ന ഒരു പദം പോലും രൂപപ്പെടുന്നത്. അതിനു മുമ്പ് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നതാണ്. നമുക്കിടയിൽ കറുപ്പിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ വിവേചനമുള്ള ഒരു ലോകം ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്നു എന്നതും നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു കാലത്ത് എത്ര താളുകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അഥവാ നേരത്തെ അവർ ഉപയോഗിച്ചിരുന്നു, പക്ഷേ ഉപയോഗിക്കരുത് എന്നൊരു സന്ദേശം കിട്ടിയപ്പോൾ പൂർണ്ണമായും അന്ന് വിട്ടു നിൽക്കാൻ സഹാബത്തുൽ കിറാം, നിങ്ങൾ നല്ലവരാണ്, പക്ഷേ നിങ്ങളുടെ സൗഹൃദങ്ങളിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളോട് അടുപ്പമുള്ളവരിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കണ്ടെത്തുകയും ബോധ്യപ്പെടുത്തുകയും ബോധവൽക്കരിക്കുകയും അത് അപകടമാണെന്ന് പൂർണ്ണമായും അവരെ നിങ്ങൾ കൃത്യമായി ധരിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സമൂഹത്തിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടത് എന്താണോ അവരെ കൂടി ഈ നന്മയുടെ പാതയിലേക്ക് ചേർത്ത് പിടിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം നിങ്ങളിലുണ്ട്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നിടത്ത് നിങ്ങൾ പിറകിൽ പോകരുത്. നിങ്ങൾക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് ഉൾക്കൊള്ളുവാനൊക്കെ നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കണം, വിശുദ്ധ മതം നമ്മളോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തുന്നിടത്ത്, പാലിക്കുന്നിടത്ത് നാം ഒരു വീഴ്ചയും വരുത്തരുത്. മതം നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ ആ കാര്യം നിൽക്കേണ്ടതുണ്ട്. നിങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നവരാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങൾക്ക് മറ്റു വൈകല്യങ്ങളൊന്നുമില്ല. എല്ലാവരും വെള്ളിയാഴ്ച പള്ളി പോകാറില്ലേ? നിങ്ങളൊക്കെ വെള്ളിയാഴ്ച പള്ളി പോകാറില്ലേ? ഇല്ലേ? അൽഹംദുലില്ലാ, നിങ്ങളത് തുടരണം. എല്ലാ വെള്ളിയാഴ്ചയും, വെള്ളിയാഴ്ച മാത്രമല്ല, ആളുകളെയും മുസ്ലിങ്ങളായുള്ള സ്ത്രീ പുരുഷന്മാർ എല്ലാവരെയും കണ്ടെത്തി അവരെ എങ്ങനെയാണ് നമുക്ക് അവരിലേക്ക് ഈ സന്ദേശങ്ങൾ കൈമാറാൻ പറ്റുക? വിശുദ്ധ മതത്തെക്കുറിച്ച് SYS വളരെ ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. സമീപ ഭാവിയിൽ അത്തരം പദ്ധതികൾ രൂപപ്പെടുകയും നിങ്ങൾക്ക് വേണ്ടി അത്തരം സ്ഥാപനങ്ങൾ വരികയും ചെയ്യും എന്ന പ്രതീക്ഷയാണ് ഈ സമയത്ത് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. سكينة وحدي أمشي وظلي خلف قلبي صوت البكاء يلاحق صدري والخوف يكبر في دارك قلبي يذوب بدون سكونك كيف أعيش بدون هداك رجائي فيك وفي